നമസ്കാരം. നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് കേരളത്തിൽ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾക്കും ചർച്ചാ വിഷയങ്ങൾക്കും CPM-ൻ്റെ ഒരു പരിധിവരെ CPM-ൻ്റെ തോൽവിക്കും വലിയ തരത്തിലുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത അല്ലെങ്കിൽ ആ വിഷയമാണ് കേരളത്തിൽ വലിയ തരത്തിലുള്ള കത്തലുകൾക്ക് വിവാദമായത്. അതിനുശേഷം പിന്നീട് വലിയ തരത്തിലുള്ള പാട്ട് വരികയും അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തരത്തിലുള്ള CPM ഇടതുപക്ഷത്തെ തകർക്കുകയും UDF-ന് വലിയ തരത്തിലുള്ള മേൽക്കോയ്മ, ഈവൻ വിദേശത്തു നിന്ന് വനിതകൾ പോലും ഇത്തരത്തിലുള്ള പാട്ടുകൾ പാടി നടക്കുന്ന ഒരു സംഭവം നമ്മൾ കണ്ടു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മൊത്തം ശബരിമലയുടെ പാട്ട് വരെ ഫേമസ് ആവുന്നു. അപ്പം അക്കാര്യങ്ങളിലോട്ടെല്ലാം വരുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുൻ പ്രസിഡന്റ് പ്രശാന്തിനെ ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് അറസ്റ്റ് ചെയ്ത് കൊല്ലത്തെ പോലീസ് ക്ലബ്ബിലോട്ട് കൊണ്ടുവന്നു, പോലീസ് SIT കൊണ്ടുവന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളെല്ലാം വരുന്നുണ്ട്. അപ്പം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായ ഒരു വിഷയം, പല നേതാക്കന്മാർ ഏകദേശം 90 ദിവസത്തെ ബെയിൽ കൊടുക്കാത്തതിൻ്റെ പേരിൽ, കൃത്യമായി കേസുകൾ അപ്ഡേറ്റ് ചെയ്യാത്തതിൻ്റെ പേരിൽ ഏകദേശം ഒരുപാട് ആൾക്കാർക്ക് 90 ദിവസം കഴിഞ്ഞ ശേഷം ബെയിൽ കിട്ടും. നമ്മളെല്ലാം കണ്ടു. എല്ലാവരും മുൻകൂർ ജാമ്യത്തിൻ്റെ ആവശ്യമില്ലാണ്ട് സ്വാഭാവിക ജാമ്യം കിട്ടി എല്ലാവരും പുറത്തു വരുന്നതും കണ്ടു. അപ്പോൾ പോലീസ് ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള വിട്ടുവീഴ്ച അന്ന് പിണറായി വിജയൻ്റെ കാലത്ത് ചെയ്തു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സാർ ഇപ്പോൾ ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഫവാസ്, ഇത് വളരെ ആസൂത്രിതമായി നടന്ന ഒരു കരിങ്കൊള്ള എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുറച്ച് പുറകിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ബഹുമാനിയായ എല്ലാ പ്രേക്ഷകർക്കും ഈ കേസ് അറിയാം. പക്ഷേ ഈ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികളായ ആളുകളും ഇപ്പോൾ നിഷ്പക്ഷരായ ആളുകളും, കാരണം ഒരു മതത്തിൽ ഒരു ഈശ്വരനിലൊന്നും വിശ്വസിക്കാത്ത നിഷ്പക്ഷരായ കുറേ ആളുകളുണ്ട്. അതായത് കാര്യങ്ങൾ കൃത്യമായി പോകണം, വിശ്വാസം ഉണ്ടായാലും ഇല്ലെങ്കിലും മറ്റൊരുത്തിൻ്റെ ആരാധനാലയങ്ങളിൽ കൈയിട്ട് വാരി കട്ട് മോട്ടിച്ച് കൊണ്ടുപോകാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹവും, അവരെല്ലാവരും ശബരിമല വിഷയത്തിൽ ഒരേ നിലപാടുകൾ എടുത്ത ആളുകളാണ്. അവിടെ വലിയ തെറ്റ് സർക്കാർ പറ്റി എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ഇത് വിജയ് മല്യ ഏതാണ്ട് 33 കിലോഗ്രാം സ്വർണത്തിൽ ശബരിമലയിൽ കുറേ സ്വർണ്ണ നിർമ്മിതികൾ നടത്തി കൊടുത്തു. ശ്രീകോവിൽ സ്വർണം പൂശി, അതുപോലെ ശ്രീകോവിലിന് ഇരുവശത്തും ഉള്ള ദ്വാരപാലക ശില്പങ്ങളിൽ സ്വർണം പൊതിഞ്ഞു കൊടുത്തു. ക്ലാഡൻ ആയിരുന്നു. അങ്ങനെ പല വിധത്തിലുള്ള നിർമ്മിതികൾ അവിടെ നടത്തി. 2016 ഒന്നാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നു. 2026 ഇറങ്ങിപ്പോകുന്നത് വരെ പിണറായി വിജയൻ സർക്കാരിൻ്റെ നോമിനികളായി ശബരിമലയിൽ എത്തിയ ദേവസ്വം കമ്മീഷണർ, ദേവസ്വം പ്രസിഡന്റുമാരെല്ലാവരും ചില ദേവസ്വത്തിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്ന് അവിടെ കട്ടുമുടിക്കുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. കാട്ടിലെ തടി തേവരുടെ ആന വലിയടാ വലിയ എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. ഒന്നുകൂടി ലളിതമാക്കി പറഞ്ഞാൽ ചക്കര കൊടുത്ത് കൈയിട്ട് എല്ലാവരും നക്കും. ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ഒരു ക്ഷേത്രമാണ് ശബരിമല. വർഷത്തിൽ 2 മാസം മാത്രമാണ് അവിടെ ദർശനമുള്ളത്. അതായത് തുടർച്ചയായി ദർശനം അനുവദിക്കുന്നത്, അല്ലെങ്കിൽ ഓരോ മാസവും 1-ാം തീയതി നട തുറന്ന് ഒരാഴ്ച മാത്രം സമയം എടുത്ത് ആ പൂജകൾ അവസാനിക്കും. ഇത് ഈ 2 മാസക്കാലം മണ്ഡല മകരവിളക്ക് മഹോത്സവകാല പൂജയ്ക്കാണ് പിന്നെ അവിടെ വൻ തിരക്കുള്ളത്. ഈ സമയത്ത് വരുന്ന കോടികളാണ്. കോടികളെന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ കേൾക്കുന്ന കോടികളല്ല, അതിനപ്പുറത്തേക്കുള്ള വരുമാനമാണ് അവിടെ വരുന്നത്. ഭണ്ഡാരപരമായിട്ട് സ്വർണം, രത്നം, അങ്ങനെ മറ്റു പല വകകളും. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കാശൊക്കെ കണ്ട് ചില ആളുകൾക്കൊരു ധാരണ വരും, നമുക്ക് അടിച്ചു മാറ്റിയാലോ. അങ്ങനെ ഭണ്ഡാരപ്പുരയിലുള്ള ആളുകൾ ചാക്കി കെട്ടി കാശ് അവിടെ മാറ്റി വെച്ചിട്ട് CCTV കൊള്ളപ്പോൾ കടത്തിക്കൊണ്ടു പോകാൻ പറ്റാതെ കുറേ നാൾ കഴിഞ്ഞാൽ കാശ് ചിതലരിച്ച് പോയ വാർത്തകളൊക്കെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടറിഞ്ഞതാണ്. ഇതുപോലെ തന്നെയാണ് ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. ഈ സ്വർണം പൂശിയ ശബരിമലയിലെ നിർമ്മിതികളെല്ലാം ഓരോരുത്തർ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നു. ശബരിമലയുടെ ശ്രീകോവിൽ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്ന 2 ശില്പങ്ങളാണ് ദ്വാരപാലക ശില്പങ്ങൾ. അത് സ്വർണം പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്വർണം പൊതിഞ്ഞത് കാലക്രമേണ മങ്ങലേറ്റു. അത് ഭഗവത് ചൈതന്യത്തിന് കുറവ് വരുത്തും എന്ന് പറഞ്ഞിട്ടാണ് തന്ത്രിയുടെ അജ്ഞയോടുകൂടി ഇത് സ്വർണം പൂശാനെന്ന രീതിയിൽ അവിടെ അഴിച്ചെടുക്കുന്നത്. പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മാനുവലിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും ഈ തിരുവാഭരണത്തിൻ്റെ കാറ്റഗറിയിലാണ് ഇത്തരം കാര്യങ്ങൾ വരുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളികളൊക്കെ അത് മരാമത്ത് പണികൾക്ക് വേണ്ടി സന്നിധാനത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല. അതായത് അങ്ങനെ എന്തെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അതിൻ്റെ വിദഗ്ധരായ തൊഴിലാളികളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തി അവിടെ ഇരുത്തിക്കൊണ്ട് സന്നിധാനത്തിൽ ദേവസ്വം കമ്മീഷണറുടെയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ഉപദേഷ്ടാവിൻ്റെ എല്ലാം മേൽനോട്ടത്തിൽ അവിടെ വച്ച് മാത്രമേ അത് നടപടിക്രമങ്ങൾ നടത്താൻ പാടുള്ളൂ. രാവിലെ 9 മണി മുതൽ 5 മണി വരെ ആയിരിക്കണം. അത് കഴിഞ്ഞാൽ വീണ്ടും പണി തീർന്നാലും ഇല്ലെങ്കിൽ അത് ലോക്കറിലേക്ക് മാറ്റണം എന്നൊക്കെ തന്നെയുള്ള മാനുവൽ നിലവിലുള്ളപ്പോഴാണ് ശബരിമല സന്നിധാനത്തിൽ നിന്നും ദ്വാരപാലക ശില്പപാളികൾ അഴിച്ച് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ മുതൽ തുടങ്ങി ഇതിൻ്റെ കളവ്.
അപ്പോൾ നമ്മൾ അറിയുന്ന പ്രകാരം ഏതാണ്ട് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അഴിച്ചു കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം ഉരുക്കി ഉടച്ചു മാറ്റി വലിയ കളവ് നടത്തിയിരിക്കുന്നു, ഒന്നല്ല പല പ്രാവശ്യം. അപ്പോൾ ആദ്യം കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്നു. കുറച്ചു കാലം ഈ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് ജി സുധാകരൻ ദേവസ്വം വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ശബരിമലയിൽ ഒരു പൈസയുടെ പോലും അഴിമതി നമ്മൾ കണ്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരു രീതിയിലുള്ള ഇത്തരത്തിലുള്ള അരാജകത്വവും അവിടെ കണ്ടിട്ടില്ല. കടകംപള്ളി സുരേന്ദ്രൻ്റെ കാലത്താണ് ഈ പറയുന്ന രീതിയിലുള്ള, കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള തിരിമറികൾ അവിടെ നടക്കുന്നത്. അതിന് ശബരിമലയിൽ കീഴ്ശാന്തിയായി ജോലിക്കെത്തിയ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം, ഈ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് മരിച്ചുപോയ മുരാരി ബാബു അടക്കമുള്ള ആളുകൾ ഇതിൽ പങ്കാളികളാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നോമിനിയായിട്ട് CPM-ൻ്റെ നോമിനിയായിട്ട് എത്തിയ N. വാസു എന്ന ദേവസ്വം കമ്മീഷണർ, പിന്നീട് അദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു. അതുപോലെ വാസുവിന് ശേഷം ദേവസ്വം പ്രസിഡൻ്റായിട്ട് വന്ന A. പത്മകുമാർ, അദ്ദേഹം CPM-ൻ്റെ കോന്നി MLA ആയിരുന്നു, പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലെ മെമ്പർ കൂടിയായിരുന്നു. അപ്പോൾ ഇവർക്കെതിരെയൊന്നും CPM ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ യാതൊരു തരത്തിലും ഒരു നടപടി സ്വീകരിച്ചില്ല. ഇവരെല്ലാവരും നേരത്തെ ഫവാസ് സൂചിപ്പിച്ചതുപോലെ SITയുടെ അന്വേഷണത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടന്ന ആളുകളാണ്. SIT അറസ്റ്റ് ചെയ്തത്. SIT എന്ന് പറയുന്നത് പിണറായി വിജയൻ ഭരിക്കുന്നു. പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിൽ രൂപീകരിച്ച SIT പിണറായി വിജയൻ നിയമിച്ച ആളുകളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. വേറെ ഇപ്പോൾ BJPയുടെ മോദിയുടെ പോലീസാണെങ്കിൽ അങ്ങനെ പറയാമായിരുന്നു, രാഷ്ട്രീയ പ്രേരിതമായി കൊണ്ടുപോകണമെന്ന്. അങ്ങനെയല്ല, പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള SIT ആണ്. പിണറായി വിജയൻ നോമിനിയായിട്ട് വെച്ച ഈ പത്മകുമാറിനെയും N. വാസുവിനെയും അതുപോലുള്ള ദേവസ്വ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിടുന്നു. അവിടെ SIT കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ 90 ദിവസം കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായ ജാമ്യം കിട്ടി ഇവരെല്ലാവരും പുറത്തിറങ്ങുന്നു. എല്ലാവരും ഒരാൾ പോലും ഇല്ലാതെ പുറത്തിറങ്ങുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ് ഇവിടെ നടക്കുന്നതെന്നുള്ളത്. അന്ന് SIT പറഞ്ഞത് കൂടുതൽ കുറ്റമറ്റൊരു കുറ്റപത്രം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് കാലതാമസം എടുക്കുന്നത്, അല്ലെങ്കിൽ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഇവർ ഊരിപ്പോകും. ഇപ്പോൾ ഇത്രയും നാളായിട്ട് എന്ത് തരത്തിലുള്ളൊരു കുറ്റപത്രമാണ് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്? ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് അവിടം വരെ എത്തി. പ്രാഥമിക രീതിയിലൊരു കുറ്റാന്വേഷണം സാധാരണയായിട്ട് കൊടുക്കണം, ഭാഗികമായെങ്കിലും കൊടുക്കണമായിരുന്നു. അത് കൊടുത്തില്ല. അത് ഈ പ്രതികളെ രക്ഷപ്പെടാൻ വേണ്ടി പിണറായി വിജയൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമായി തന്നെയാണ് അത് നടന്നിരിക്കുന്നത്. യാതൊരു തർക്കവുമില്ല. അതിപ്പോൾ കോടതി അലക്ഷ്യമാണെങ്കിൽ നമ്മൾ അതിൻ്റെ നടപടികൾ സ്വീകരിക്കപ്പെട്ട മനഃപൂർവ്വം കോടതി അലക്ഷ്യം ഞങ്ങൾ നടത്തുന്നില്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ ഭാഗത്തിരിക്കുന്ന കേസായാലും ഇതിൽ ഇങ്ങനെയാണൊരു സംസാരമുള്ളത്. എന്തായാലും ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന പത്മകുമാറും N. വാസുവും അടക്കമുള്ള എല്ലാ ആളുകളും കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിൽ അവർ ജയിൽ മോചിതരായി സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ഇവിടെയാണ് അതിനുശേഷം പിന്നീട് സർക്കാർ മാറി വരുന്നു. സർക്കാർ മാറി വരുമ്പോൾ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശബരിമലയിലെ ദ്വാരപാലക ശില്പപാളിയിലെ ആ സ്വർണം പൊതിഞ്ഞ ആ പാളി എവിടെയാണ് വിറ്റിരിക്കുന്നതെന്നറിയാം. അന്യസംസ്ഥാനത്ത് കോടീശ്വരനായ ഒരു അയ്യപ്പ ഭക്തനാണത് വിട്ടിരിക്കുന്നതെന്നൊക്കെ അന്ന് VD സതീശൻ പറയുണ്ടായി. ഒരു പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ, ഉത്തരവാദിത്തപ്പെട്ട നേതാവെന്ന രീതിയിൽ അദ്ദേഹം തനിക്ക് കൃത്യമായ വിവരമില്ലാതെ പൊതുജനത്തിൻ്റെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെയൊന്നും പറയുമോ എന്നറിയില്ല. ഇന്നിപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി. ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയും അന്ന് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ വിദേശ വ്യാപാരിയായ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിൻ്റെ ഇടപാടുകൾ വിദേശത്ത് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട് എന്നുള്ളത്. ഇത് ചെന്നിത്തലയോട് വെളിപ്പെടുത്തിയ അതേ സുഹൃത്തിനെ SITയുടെ മുമ്പിലേക്ക് ചെന്നിത്തല പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. SITക്ക് മുമ്പിൽ അദ്ദേഹം ചില മൊഴികൾ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അന്ന് അത് പറഞ്ഞ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്, VD സതീശൻ മുഖ്യമന്ത്രിയാണ്. ഇവർ രണ്ടുപേരും അയ്യപ്പ സ്വാമിയുടെ വലിയ ഭക്തനാണ്. അവർ ശബരിമലയ്ക്ക് പോകുന്ന ആളുകളാണ്. മാത്രമല്ല ദേവസ്വം വകുപ്പ് മന്ത്രിയായ K. മുരളീധരൻ വലിയ ഭക്തനാണ്. അദ്ദേഹവും കെട്ടുനിറച്ച് ശബരിമലയ്ക്ക് പോകുന്ന ആൾ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നിന്നും കാണാതായിരിക്കുന്ന അല്ലെങ്കിൽ കൊള്ളയടിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ സ്വർണ്ണ നിർമ്മിതികളെക്കുറിച്ചുള്ള ഈ കളവ് മുതലുള്ള അന്വേഷിക്കേണ്ട ബാധ്യത ഇപ്പോഴും അവർക്കുണ്ട്. അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്വം തന്നെയാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. അന്ന് ഈ സ്വർണ്ണക്കൊള്ളയുടെ 2019 നടന്ന ഈ സ്വർണ്ണക്കൊള്ള മറച്ചു പിടിക്കുന്നതിന് വേണ്ടി 2025 ദേവസ്വം പ്രസിഡൻ്റായിരുന്ന PS പ്രശാന്തും ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പ്രശാന്തിൻ്റെ അറസ്റ്റിലേക്ക് കേസ് എത്തിച്ചേരുന്നത്. ഒരു അജികുമാറും അദ്ദേഹത്തിൻ്റെ കൂട്ടാളിയായിട്ട് പറയപ്പെടുന്നുണ്ട്. പ്രശാന്ത് ഈ ഓടുന്ന നായ്ക്ക് ഒരു മുഴ മുമ്പേ എറിയുന്നു എന്ന് പറഞ്ഞ പോലെ ഇന്ന് രാവിലെ തന്നെ പ്രശാന്തിൻ്റെ ഒരു FB കുറിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഏത് സമയത്തും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കൃത്യമായ സൂചനകളൊക്കെ കിട്ടുന്നുണ്ട്. അതിൻ്റെ
അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ആരും കണ്ടോ ഇങ്ങനെയാണൊരു വിഷയം, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നില്ലേ എന്നെയും അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് SIT ഇനിയെങ്കിലും ഊർജിതമായി അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. കോടിക്കണക്കിന് അയ്യപ്പ വിശ്വാസികളുടെ മനസ്സിനേറ്റ ഏറ്റവും വലിയൊരു മുറിവാണത്. അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങളിലുള്ള അത്രയും സ്വർണങ്ങൾ ചില ആളുകൾ കട്ടുമുടിച്ചു കൊണ്ടുപോവുക, അതിന് ദേവസ്വം ബോർഡിൻ്റെയും അല്ലെങ്കിൽ ഭരിക്കുന്ന പാർട്ടിയുടെയും ആഭ്യന്തര വകുപ്പ് ദേവസ്വം വകുപ്പ് മന്ത്രി അടക്കമുള്ള ആളുകളുടെ ഓഫീസിൽ നിന്ന് അതിന് അനുജ്ഞ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അത് ഭക്തവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. തീർച്ചയായും ഇത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം. PS പ്രശാന്ത് എന്നല്ല, ആർക്ക് തന്നെ അതിൽ പങ്കുണ്ടെങ്കിലും അത് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ്, പ്രവാസി പറഞ്ഞതുപോലെ ശബരിമലയെക്കുറിച്ചൊരു പാട്ട് തന്നെ വന്ന് പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുച്ചൂട് മുടിപ്പിച്ച CPM-ന് ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ നാണക്കേടുണ്ടാക്കിയ തരത്തിലൊരു തോൽവി സമ്മാനിച്ചതിൽ ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ വിവാദമായിട്ടുണ്ട്. പിന്നീട് ഈ പരാജയ അവലോകനങ്ങളൊക്കെ നടന്നപ്പോഴും CPM-നകത്തു നിന്ന് ഉയർന്നു വന്ന ഒരേ ഒരു പരാതി ഇത് തന്നെയായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പാർട്ടി എടുത്ത തീരുമാനങ്ങൾ തെറ്റിപ്പോയി. പത്മകുമാർ അടക്കമുള്ള ആളുകൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നപ്പോൾ അവർക്കെതിരെ എന്തുകൊണ്ടാണ് പാർട്ടി നടപടിയെടുക്കാതിരുന്നത്, അത് ജനങ്ങളിൽ അവമതിപ്പുളവാക്കി. അങ്ങനെ അത്തരം വിശ്വാസികളുടെ വോട്ട് ശബരിമലയിൽ CPM-ന് നഷ്ടമായെന്ന് അവർക്ക് പറയേണ്ടി വന്നു. ഇതുപോലെ തന്നെയായിരുന്നു ഫവാസെ, ഞാൻ വിഷയത്തിൽ നിന്ന് പറഞ്ഞില്ല, ശബരിമലയിൽ സ്ത്രീ പ്രവേശം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ്റെ കാലത്ത് അന്ന് പിണറായിയുടെ നോമിനിയായിട്ട് ശബരിമല എത്തിയ ദേവസ്വം കമ്മീഷണർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരുന്ന അഫിഡാവിറ്റ് പിൻവലിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അഫിഡാവിറ്റ് ശബരിമലയിൽ തൽസ്ഥിതി തുടരട്ടെ, അവിടുത്തെ പ്രതിഷ്ഠിതയുടെയും ദേവതയുടെയൊക്കെ പ്രത്യേകത മാനിച്ചുകൊണ്ട് 9 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളും 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകളും ശബരിമല ദർശനം നടത്താൻ പാടില്ല. അവിടെ ചിന്മുദ്രാങ്കിത യോഗസമാധിയിൽ നൈഷ്ഠിക ബ്രഹ്മചാരിയായി പട്ടബലിത്രയ ബന്ധത്തിലാണ്, വീരാസനത്തിലാണ് ശാസ്താവിൻ്റെ പ്രതിഷ്ഠ. അങ്ങനെയുള്ള പ്രതിഷ്ഠ ഉള്ള സ്ഥലത്ത് യൗവനയുക്തകളായ സ്ത്രീകൾ പോയി പ്രാർത്ഥിക്കാൻ പാടില്ല എന്നുള്ളത് താന്ത്രിക വിധി പ്രകാരമുള്ള ഒരു രീതിയാണ്. അതുകൊണ്ടാണ് ഈ സ്ത്രീകൾക്ക് അവിടെ വിലക്ക് പറഞ്ഞിരിക്കുന്നത്. മറ്റുള്ള അമ്പലങ്ങളിൽ അയ്യപ്പ ക്ഷേത്രങ്ങളിൽ വിലക്കില്ല. ഇത് മാനിക്കാതെ ഏത് വിധേനയും ഇത് തകർക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ആ അഫിഡാവിറ്റ് സുപ്രീം കോടതിയിൽ നിന്നും പിൻവലിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അത് കൊടുത്തിരുന്നതാണ്. അത് പിൻവലിച്ച് ശബരിമലയിൽ ഏതെങ്കിലും സ്ത്രീകൾ ദർശനം നടത്താൻ താല്പര്യപ്പെട്ടു വരികയാണെങ്കിൽ ദേവസ്വം ബോർഡിന് അവരെ പ്രവേശിപ്പിക്കുന്നതിന് വിരോധമില്ല എന്ന് പറഞ്ഞ് അഫിഡാവിറ്റ് കൊടുക്കുന്നു. സുപ്രീം കോടതിയുടെ മുൻപിൽ സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ചില ആളുകൾ പരാതി കൊടുക്കുന്നു. സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ശബരിമലയുടെ പ്രാധാന്യം സുപ്രീം കോടതിയെ ധരിപ്പിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡോ സർക്കാരോ ശ്രമിക്കുന്നില്ല. ലിംഗസമത്വം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുപ്രീം കോടതി എല്ലാവർക്കും ആരാധന സ്വാതന്ത്ര്യം ഒരുപോലെയാണെന്ന് പറയുന്നു. ആ സുപ്രീം കോടതിയെ ശബരിമലയുടെ പ്രത്യേകതയും പ്രാധാന്യം ധരിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. അവിടെ ഒരു ജഡ്ജ് ഒഴികെ ബാക്കി എല്ലാവരും ഇതിന് യോജിക്കുന്നു. ആ ജഡ്ജ് തൻ്റെ വിയോജിപ്പോടെ എഴുതി വയ്ക്കുന്നു. ശബരിമലയുടെ വിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠയുടെയൊക്കെ പ്രാധാന്യം പരിഗണിച്ചുകൊണ്ട് മാത്രമേ അവിടെ സ്ത്രീ പ്രവേശനം അനുവദിക്കാൻ പാടുള്ളൂ എന്ന് ഒരു ജഡ്ജ് എഴുതി. ബാക്കി 4 പേരുടെ തീരുമാനപ്രകാരം ഉത്തരവിറങ്ങുന്നു. അങ്ങനെ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആ ഉത്തരവ് കിട്ടി. ഉത്തരവ് നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി രായ്ക്ക് രായ്മാനം പോലീസിൻ്റെ യൂണിഫോം ഇടിപ്പിച്ചുകൊണ്ട് കനകദുർഗയെയും ബിന്ദു അമ്മണിയും എന്ന് പറയുന്ന ആക്ടിവിസ്റ്റുകളെ ശബരിമല നടയിൽ കയറ്റിക്കൊണ്ട് ചെന്ന് അവിടെ ശബരിമലയുടെ ആചാരങ്ങൾ മുഴുവൻ പിണറായി വിജയൻ തെറ്റിക്കുന്നു. അങ്ങനെ ശബരിമലയിൽ സ്ത്രീകൾ കയറി ദർശനം നടത്തുന്നു. അങ്ങനെ ശബരിമലയുടെ എല്ലാവിധ ആചാരാനുഷ്ഠാനങ്ങളും തെറ്റിച്ച് ഹൈന്ദവ വിശ്വാസികളെ, അയ്യപ്പ വിശ്വാസികളെ പിണറായി വിജയൻ വെല്ലുവിളിക്കുന്നു. പിന്നീട് ഈ ഇലക്ഷൻ കാലത്ത് അത് തിരുത്തിയല്ലോ, അഫിഡാവിറ്റ് മാറ്റിക്കൊടുത്തല്ലോ, തൽസ്ഥിതി തുടരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ തെറ്റുപറ്റി എന്ന് പറഞ്ഞു. ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. ഈ ആഗോള അയ്യപ്പ സംഗമം മുതൽ അവിടെ അവരുടെ പണികൾ പാളുകയായിരുന്നു. അയ്യപ്പൻ കൃത്യമായ പണി കൊടുത്തു എന്നാണ് വിശ്വാസികൾ പറയുന്നത്. പിണറായി വിജയൻ 8 നിലയിൽ പൊട്ടി. അയ്യപ്പൻ്റെ ആ പാട്ട്, പോറ്റിയെ കയറ്റി എന്നുള്ള പാട്ട് പിണറായി വിജയൻ്റെ തോൽവിക്ക് വലിയ കാരണമായി. ഇതുപോലെ തന്നെ ഇപ്പോൾ SIT അന്വേഷിക്കുന്ന കേസിൽ പിണറായി വിജയൻ്റെ നോമിനി തന്നെയാണ് ഈ PS പ്രശാന്തൻ. ആദ്യം കോൺഗ്രസ് പാർട്ടിക്കാരനായിരുന്നു, പിന്നീട് CPM-ലേക്ക് മാറി വന്നയാളാണ് പത്തനംതിട്ടക്കാരനായ ഈ പ്രശാന്തൻ. അപ്പോൾ ഇപ്പോൾ പിണറായി വിജയൻ്റെ നോമിനിയെ SIT ഇപ്പോൾ തൂക്കിയിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇനി നിഷ്പക്ഷമായ രീതിയിൽ ഈ സർക്കാരിൻ്റെ കാലത്തിൽ അന്വേഷണം നടക്കുകയാണെങ്കിൽ അത് ഏതൊക്കെ മന്ത്രിമാരിലേക്ക് ചെല്ലും, ഏതൊക്കെ ദേവസ്വം വകുപ്പ് മന്ത്രിമാരിലേക്ക് ചെല്ലും. 10 വർഷമാണ് പിണറായി വിജയൻ ഭരിച്ചത്. അവിടെ ദേവസ്വം കൈകാര്യം ചെയ്തിരുന്ന കടകംപള്ളി സുരേന്ദ്രനുണ്ട്, PN വാസവനുണ്ട്. ഇവരിൽ നിന്നെല്ലാം അന്വേഷണം നീണ്ടു ചെല്ലുകയാണെങ്കിൽ അതുക്കും മേലെയുള്ള മന്ത്രിമാരിലേക്കൊക്കെ ചിലപ്പോൾ അന്വേഷണം നീണ്ടു ചെല്ലും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം തീരുമാനമായി, PS പ്രശാന്തനിലേക്ക് വരെ അന്വേഷണം ചെന്ന് നിൽക്കുന്നു. ഇനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.